സിനിമയുടെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന പല സംഭവങ്ങളും പലപ്പോഴും നാം കാണുന്ന ദൃശ്യങ്ങളെക്കാൾ രസകരമായിരിക്കും. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിയ രണ്ട് ചിത്രങ്ങളെ ബന്ധിപ്പിക്കുന്ന മമ്മൂട്ടിയുടെ ഫാഷൻ സെൻസും സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന്റെ സർഗാത്മകതയും ഒത്തുചേർന്ന അത്തരമൊരു കൗതുകകരമായ കഥയാണിത്. 1986 പുറത്തിറങ്ങിയ പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി ധരിച്ച ഒരു ഷർട്ടാണ് 4 വർഷങ്ങൾക്കു ശേഷം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കോമഡി ചിത്രങ്ങളിലൊന്നായ റാംജി റാവു സ്പീക്കിംഗിൽ വില്ലൻ കഥാപാത്രമായ റാംജി റാവുവിന്റെ കോസ്റ്റ്യൂമായി മാറിയത്. മലയാള സിനിമയിലെ എക്കാലത്തെയും സ്റ്റൈലിഷ് താരങ്ങളിൽ ഒരാളാണ് മമ്മൂട്ടി. അദ്ദേഹം ധരിക്കുന്ന വസ്ത്രങ്ങൾ പലപ്പോഴും ഫാഷൻ ട്രെൻഡുകളായി മാറിയിട്ടുണ്ട്. ഫാസിൽ സംവിധാനം ചെയ്ത പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അണിഞ്ഞ ഒരു റസ്റ്റ് ബ്രൗൺ നിറത്തിലുള്ള ഡബിൾ പോക്കറ്റ് ഷർട്ട് ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. അന്ന് പ്രശസ്ത സംവിധായകൻ ഫാസിലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു ലാൽ. മമ്മൂട്ടി ആ ഷർട്ട് അണിഞ്ഞു നിൽക്കുന്നത് ആരാധനയോടെ നോക്കി നിന്ന ലാൽ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ആ ഷർട്ട് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. തന്റെ ഈ ആഗ്രഹം ലാൽ മമ്മൂട്ടിയോട് നേരിട്ട് പറയുകയും സ്നേഹപൂർവ്വം മമ്മൂട്ടി ആ ഷർട്ട് ലാലിന് സമ്മാനിക്കുകയും ചെയ്തു. ലാലിന്റെയും സിദ്ദിഖ് ലാൽ ടീമിന്റെയും അടുത്ത സുഹൃത്തും പ്രൊഡക്ഷൻ കൺട്രോളുമായിരുന്ന ബാബു ഷാഹിർ ഈ ഓർമ്മ പങ്കുവയ്ക്കുന്നു. ആഗ്രഹിച്ചു സ്വന്തമാക്കിയ ആ ഷർട്ട് ലാല് ഏറെ നാൾ കൊതിയോടെ കൊണ്ടു നടന്നിരുന്നു. പല പരിപാടികളിലും ആ ഷർട്ട് അണിഞ്ഞാണ് ലാൽ പങ്കെടുത്തത്. ബാബു ഷാഹിറും പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രത്തിൽ പ്രവർത്തിച്ചിരുന്നു. അധികം വൈകാതെ ഫാസിൽ തന്റെ അസിസ്റ്റന്റുമാരായ സിദ്ദിഖ് ലാൽമാരെ സ്വതന്ത്ര സംവിധായകരാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫാസിൽ നിർമ്മിച്ച അവരുടെ പ്രഥമ ചിത്രമായ റാംജി റാവു സ്പീക്കിംഗിന്റെ പ്ലാനിംഗ് ആരംഭിച്ചു. ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ബാബു ഷാഹിർ ആയിരുന്നു. ചിത്രത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈൻ ഉൾപ്പെടെയുള്ള ക്രിയേറ്റീവ് കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ലാലായിരുന്നു. ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ റാംജി റാവുവിന് ആകർഷമായ ഒരു ലുക്ക് നൽകണമെന്ന് സിദ്ദിഖ് ലാൽ തീരുമാനിച്ചു. വില്ലന്റെ പേര് പോലെ തന്നെ കാഴ്ചയിലും റാംജി റാവു വേറിട്ടു നിൽക്കണം, ഒരു സ്റ്റൈലിഷ് വില്ലനാകണം എന്നതായിരുന്നു അവരുടെ ആശയം. അപ്പോഴാണ് ഒരു സെറ്റിലെ മുഴുവൻ ആളുകളെയും ആകർഷിച്ച തനിക്ക് മമ്മൂട്ടി സമ്മാനിച്ച ആ റസ്റ്റ് ബ്രൗൺ ഷർട്ട് ലാലിന് ഓർമ്മ വന്നത്. ആ ഷർട്ടിന്റെ നിറവും സ്റ്റൈലും റാംജി റാവുവിന് ഏറ്റവും അനുയോജ്യമാകുമെന്ന് ലാലിന് തോന്നി. സിദ്ദീഖും അതിനോട് യോജിച്ചു. മറ്റൊന്നും ആലോചിക്കാതെ മമ്മൂട്ടിയുടെ ആ പഴയ ഷർട്ട് ഒരു റെഫറൻസ് ആയി ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. മമ്മൂട്ടി ധരിച്ച ഷർട്ടിന്റെ അതേ നിറത്തിലും അതേ മെറ്റീരിയലിലും ഉള്ള തുണി കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് വാങ്ങിച്ച് റാംജി റാവുവിനുള്ള ഷർട്ട് തയ്ച്ചെടുത്തു. ഇങ്ങനെയാണ് മലയാള സിനിമയിൽ തരംഗമായി മാറിയ റാംജി റാവു റസ്റ്റ് ബ്രൗൺ നിറത്തിലുള്ള ഷർട്ടണിഞ്ഞ് ഒരു സ്റ്റൈലിഷ് വില്ലനായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത്. ഒരു സൂപ്പർ താരത്തിന്റെ ഇഷ്ടവസ്ത്രം മറ്റൊരു വില്ലൻ കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റിയായി മാറിയ ഈ സംഭവം മലയാള സിനിമാ ചരിത്രത്തിലെ രസകരമായ ഏടുകളിൽ ഒന്നാണ്.